ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് വഴിയിൽ കുടുങ്ങി. ഷൊർണൂരിനും വള്ളത്തോൾ നഗറിനും ഇടയിൽ 1.5 മണിക്കൂറിലേറെയായി ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ്. സാങ്കേതിക തകരാർ എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഡോർ തുറക്കാൻ പറ്റുന്നില്ല എന്ന് യാത്രക്കാർ പറഞ്ഞു. അല്ല, റെയിൽവേ സാങ്കേതിക തകരാറാണെന്നാണ് പറയുന്നത്. 45ഓളം മിനിറ്റ് കഴിഞ്ഞു. ഷൊർണൂർ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് യാത്ര തുടങ്ങുമ്പോഴാണ് ഇത് ബാറ്ററി ഫെയിലിയർ ആണെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. 45ഓളം മിനിറ്റായി ഇപ്പോൾ ഇങ്ങനെ ഇവിടെ നിശ്ചലമായി കിടന്നിട്ട്. ഇതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രിസിറ്റി ഫെയിൽ ആവുന്നുണ്ട്. അപ്പോ ഡോറൊന്നും ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല. അപ്പൊ അങ്ങനെ കുറച്ച് സമയം നീണ്ടുപോയാൽ പാനിക്കാവാനുള്ള ഒരു സാഹചര്യമുണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും. നിഖിൽ, ട്രെയിൻ എപ്പോൾ പുറപ്പെടും എന്നതിൽ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ? പുതിയ വിശദീകരണം എന്തെങ്കിലും റെയിൽവേ നൽകുന്നുണ്ടോ? ഇപ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂറായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെയായി ആ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും വിജയകുമാർ, ഈ ട്രെയിൻ ഇപ്പോൾ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് റെയിൽവേയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. മറ്റൊരു എഞ്ചിൻ എത്തിച്ച ശേഷം മാത്രമേ ട്രെയിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതും യാത്ര തുടരാൻ എന്നുള്ളതല്ല. റെയിൽവേയുടെ തന്നെ ഈ മെക്കാനിക്കൽ സെക്ഷനിലേക്ക് ട്രെയിൻ മാറ്റിയ ശേഷം യാത്രക്കാരെ മറ്റൊരു ട്രെയിനിൽ കയറ്റി മുന്നോട്ട് അവരുടെ യാത്ര തുടരുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ സാധ്യമാകൂ എന്നുള്ളതാണ് നമുക്ക് റെയിൽവേയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. പക്ഷേ അതിനും എഞ്ചിൻ എത്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, വന്ദേ ഭാരതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് സാധാരണ ട്രെയിനുകൾക്ക് ഉപയോഗിക്കപ്പെടുന്ന എഞ്ചിനല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് എവിടെ നിന്ന് എത്ര വേഗത്തിൽ എത്തിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വന്ദേ ഭാരതിൻ്റെ ഡോറ് തുറക്കുന്നതിന് പ്രതിസന്ധിയില്ല. ഡോർ വേണമെങ്കിൽ തുറക്കാൻ കഴിയും സാങ്കേതിക വിഭാഗത്തിന്. പക്ഷേ അതിപ്പോൾ തുറക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അല്പം കൂടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ പ്ലാറ്റ്ഫോമോ മറ്റോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ഇപ്പോൾ അവിടെ ഇറങ്ങിയാലും അവർക്ക് മുന്നോട്ട് പോകുന്നതിന് പ്രതിസന്ധികൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് തുറക്കാത്തത് എന്നുള്ളതാണ് റെയിൽവേ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. എന്തായാലും അല്പസമയം കൂടി ഒരു പക്ഷേ ഇങ്ങനെ തുടരേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് റെയിൽവേയിൽ നിന്ന് അറിയാൻ കഴിയുന്ന കാര്യം. 5:50 ഷൊർണൂരിൽ നിന്ന് മുന്നോട്ടെടുത്ത ട്രെയിനാണ്. അല്പം കഴിഞ്ഞപ്പോഴാണ് സാങ്കേതിക തകരാർ രൂപപ്പെടുകയും ട്രെയിന് പൊടുന്നനെ സ്റ്റക്കായി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നതും. ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്, യാത്രക്കാരെ അനൗൺസ്മെന്റ് വഴി അറിയിച്ചിരുന്നത് ഇതൊരു സാങ്കേതിക തകരാറാണ്, ബാറ്ററി ഡൗൺ ആയതാണ്, 10 മിനിറ്റിനകം യാത്ര തുടരുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ 1.5 മണിക്കൂറിലേക്ക് അടുക്കുകയാണ് ട്രെയിൻ ഇങ്ങനെ സ്റ്റക്കായി കിടക്കാൻ തുടങ്ങിയിട്ട്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും അടക്കം ട്രെയിനിലുണ്ട്. സ്വാഭാവികമായിട്ടും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രതിസന്ധിയായി മാറുന്നുണ്ട്. അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനോ മറ്റോ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇടയ്ക്കിടയ്ക്ക് എയർ കണ്ടീഷൻ കട്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് അതിനുള്ളിൽ ഇരിക്കാനുണ്ട് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. പരമാവധി റെയിൽവേ ജീവനക്കാർ ഭക്ഷണവും മറ്റും നൽകി, വെള്ളവും ഒക്കെ നൽകി യാത്രക്കാരെ പരമാവധി ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിരിക്കുകയും ഒരു പ്രതിസന്ധിയായി രൂപപ്പെടുകയാണ് ഇപ്പോൾ ഈ 1.5 മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ വന്ദേ ഭാരത് ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്ന സാഹചര്യം. എന്തായാലും റെയിൽവേ പറയുന്നത് മറ്റൊരു എഞ്ചിൻ. നിഖിൽ, അതിൽ ഇപ്പോഴും ഒരു കാര്യത്തിൽ വ്യക്തതയില്ല. ഈ മറ്റൊരു ട്രെയിനിന്റെ എഞ്ചിൻ ഉപയോഗിച്ച് ഷൊർണൂർ സ്റ്റേഷനിൽ എത്തിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഷൊർണൂർ സ്റ്റേഷനിൽ എത്തിക്കുമെന്ന് പറഞ്ഞാൽ അത് യാത്ര തുടരും എന്ന സൂചന അവിടെയുമില്ല. പകരം ഒക്കെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരില്ലേ? അങ്ങനെയാണെങ്കിൽ അത്തരം ആലോചനകളിലേക്ക് ഉറപ്പായും റെയിൽവേ കടന്നിട്ടുണ്ടാകണം, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, മറ്റേത് ട്രെയിൻ ഇത്രയും അധികം യാത്രക്കാർ, ഒരു ഫുൾ ലോഡഡ് ട്രെയിനിലുള്ള യാത്രക്കാരെ മറ്റൊരു ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് എത്തിക്കണമെങ്കിൽ അത് പെട്ടെന്ന് സാധ്യമാവുന്നതല്ല. അതിനുള്ള തിരക്കിട്ട ആലോചനകളിലാണ് റെയിൽവേ ഇപ്പോൾ. എന്തായാലും ആദ്യ പരിഗണന എന്ന് പറയുന്നത് സുരക്ഷിതമായി മുഴുവൻ യാത്രക്കാരെയും ഈ ഡോറുകൾ തുറന്ന് അവരെ പുറത്തേക്ക് എത്തിക്കുക. എന്നെ ഇപ്പോൾ ഷൊർണൂരിൽ നിന്നുള്ള SI ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് പുറത്തേക്ക് ഇറക്കുന്നതിന് പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ്. ഈ യാത്രക്കാരെ പുറത്തേക്ക് ഇറക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. കാരണം ഡോറ് സാങ്കേതിക വിദഗ്ധർക്ക് തുറക്കാൻ കഴിയാവുന്നത് തന്നെയാണ്. അത് ഇലക്ട്രോണിക് ആണ് എന്നിരിക്കും, അത് തുറക്കാൻ കഴിയുന്നത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ തുറന്നു വിട്ടാലും യാത്രക്കാർക്ക് അത് പ്രതിസന്ധിയാകും. കാരണം ഇത് നമുക്കറിയാം, ഷൊർണൂരിൽ നിന്ന് മുന്നോട്ടുള്ള പാത എന്ന് പറയുന്നത് ഒരു വനത്തിനൊക്കെ സമാനമായ തരത്തിലുള്ള ഒരു പാതയാണ്. അവിടെ ട്രാക്ക് മാത്രമേ ഉള്ളൂ, സ്റ്റേഷൻ മാതൃകയിലൊന്നുമില്ല. അപ്പോൾ ആളുകൾക്ക് അവിടെ ഇറങ്ങി നിൽക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് തുറക്കാത്തത് എന്നുള്ളതാണ് അവർ പറയുന്നത്. റെയിൽവേ ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം നൽകി മറ്റൊരു ട്രെയിനോ മറ്റൊരു ട്രാക്കിൽ എത്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ വാതിലുകൾ തുറക്കുകയും യാത്രക്കാരെ എല്ലാം തന്നെ മറ്റൊരു ട്രെയിനിൽ കയറ്റി സുരക്ഷിതമായി അവരെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേ അറിയിക്കുന്ന കാര്യം. വിജയകുമാർ, യെസ്, കുറച്ച് സങ്കീർണമാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാകുന്നു. മറ്റൊരു എഞ്ചിൻ കൊണ്ടുവന്ന് ഷൊർണൂർ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കുക, വന്ദേ ഭാരത് എത്തിക്കുക എന്നതാണ്. അതിനാണ് ഇപ്പോൾ റെയിൽവേ മുൻഗണന നൽകുന്നത്. പകരം സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടി വരും. അതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടോ എന്നീ ഘട്ടത്തിൽ വ്യക്തമല്ല. എന്തായാലും റെയിൽവേ അക്കാര്യത്തിലൊക്കെ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. വൈകാതെ ഒരു വ്യക്തത വരും. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ആകുന്നു
വള്ളത്തോൾ നഗറിനും ഷൊർണൂരിനും ഇടയിൽ ആ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയാണ്. യാത്രക്കാരൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇടയ്ക്ക് പവർ ഫെയിലിയർ ആകുന്നു. കറണ്ട് ട്രെയിനിൽ വെളിച്ചമില്ലാത്ത അവസ്ഥ, AC ഇല്ലാത്ത അവസ്ഥ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഡോർ തുറക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങൾ പലതുണ്ട്. അത് വേഗത്തിൽ പരിഹരിക്കും എന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. എന്തായാലും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്, സീനിയോറിറ്റി മറികടന്ന് ജല അതോറിറ്റി കരാറുകാർക്ക് തുക നൽകാനുള്ള സർക്കാർ നടപടിക്ക് തിരിച്ചടി. 288 കോടി വിതരണം ചെയ്യാനുള്ള നീക്കം ഹൈക്കോടതി തടഞ്ഞു. സീനിയോറിറ്റി അനുസരിച്ച് കുടിശ്ശിക വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ആ ഉത്തരവ് ലംഘിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയതെന്ന് വേണം മനസ്സിലാകാൻ. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, കോടതി ആരെയൊക്കെയോ സഹായിക്കാനുള്ള സർക്കാർ നീക്കമാണോ കയ്യോടെ പിടികൂടിയത്? ഒരു സംശയവും വേണ്ട വിജയകുമാർ അക്കാര്യത്തിൽ. ഏതാണ്ട് 600 കോടിയിൽ പരം രൂപ വിവിധ കരാറുകാർക്കായി സംസ്ഥാന സർക്കാർ നൽകാനുണ്ടായിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിലേക്ക് ഹർജിയും പോയതാണ്. അപ്പോൾ കോടതി വെച്ച ഒരു നിബന്ധന, ആദ്യം ബില്ല് തന്ന ആളുകൾക്ക് സീനിയോറിറ്റി അനുസരിച്ച് ഈ പണം വിട്ടു നൽകാനാണ് പറഞ്ഞത്. ഇത് മറയാക്കിയാണ് സംസ്ഥാന സർക്കാരും ജല അതോറിറ്റിയും ഒരു നീക്കം നടത്തിയത്. അതായത് സീനിയോറിറ്റി മറികടന്ന് ജല അതോറിറ്റി കരാറുകാർക്ക് തുക നൽകാൻ സർക്കാർ ശ്രമിച്ചു. അതിൽ പല ഘടകങ്ങളും ഉണ്ടാകാം. ഒരുപക്ഷെ പാർട്ടിപരമായതോ അല്ലെങ്കിൽ ബന്ധങ്ങൾ വെച്ചുള്ളതോ ഒക്കെ തന്നെ ഉണ്ടാകാം. അതെല്ലാം കണക്കിലെടുത്ത് 288 കോടി രൂപ വിതരണം ചെയ്യാൻ ശ്രമിച്ചു. ബാക്കി തുക കിടപ്പുണ്ട്, ബാക്കി ആളുകളുമുണ്ട്. പക്ഷെ അവരെയൊക്കെ തഴഞ്ഞാണ് ഈ നീക്കം നടത്തിയത്. ഇതിനെതിരെ ഹൈക്കോടതിയിലേക്ക് ഹർജി എത്തി. ഈ ഹർജിയിന്മേൽ കോടതി കർശന നടപടിയെടുത്തു. സർക്കാരിന്റെയും ജല അതോറിറ്റിയുടെയും നീക്കം തടയുകയും ചെയ്തു. നേരത്തെ ഹൈക്കോടതി തന്നെയാണ് സീനിയോറിറ്റി അനുസരിച്ച് കുടിശ്ശിക വിതരണം ചെയ്യണം എന്ന് പറഞ്ഞത്. മാത്രമല്ല, ഈ ജല അതോറിറ്റിയാണ് സത്യത്തിൽ ഈ പ്രശ്നം, ഈ ഒരു 288 കോടി കൊടുക്കാൻ ആദ്യം തീരുമാനിച്ചത്. സർക്കാർ ഇത് നൈസായി, സർക്കാരും അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്തു. പക്ഷേ അത് കോടതി കൈയോടെ പിടിച്ചു. കൊടുക്കുന്നെങ്കിൽ സീനിയോറിറ്റി അനുസരിച്ച് ബില്ല് ആദ്യം വെച്ചവർക്ക് എന്ന നിലയിൽ ഈ പണം നൽകണം, അല്ലെങ്കിൽ അത് കോടതിയുടെ തീർപ്പിനനുസരിച്ചായിരിക്കും ഇനി നടക്കുക. യെസ്, സീനിയോറിറ്റി അനുസരിച്ച് കുടിശ്ശിക വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതി നേരത്തെ ഒരു ഉത്തരവിട്ടിരുന്നതാണ്. അത് ലംഘിക്കപ്പെട്ടു എന്ന് കോടതിക്ക് ബോധ്യമായ ഘട്ടത്തിലാണ് കോടതി അതിൽ കർശനമായ നിലപാടെടുത്തതും. ആരെയൊക്കെയോ സഹായിക്കാനോ മറ്റുള്ള പുറത്തുനിന്നുള്ള എന്തൊക്കെയോ ചില ഇടപെടലുകളോ ഒക്കെയാണ് നടന്നത്. അത് കോടതി കയ്യോടെ പിടികൂടിയിട്ടുണ്ട്. സർക്കാരിന് ജല അതോറിറ്റിക്ക് ശക്തമായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്, മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ തീരുമാനം നാളെ. 23 MPമാർ ഒപ്പിട്ട കത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കൈമാറി. 2221 കോടിയുടെ സഹായമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നാളെ വൈകിട്ട് തീരുമാനമുണ്ടാകുമെന്നാണ് അമിത്ഷാ അറിയിച്ചത്. MPമാർ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. സ്ഥിതിഗതികൾ ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. The devastation that has happened in that area is complete. It is a small area in which whatever was in the way of the river, when the river changed course, it has taken away. So it is not just a question of people losing one member of a family, or maybe some part of their home, or some part of their life. The people who are affected have lost absolutely everything. The Prime Minister visited, he met the victims. I personally spoke to them, and even after he met them, they expressed that now he has come, maybe we will get some relief from the center. വയനാട് ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്ന് കേന്ദ്രം. സംസ്ഥാന സർക്കാരുകൾക്ക് ആവശ്യമായ സാമ്പത്തിക പിന്തുണ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ടെന്ന് രാജ്യസഭയിൽ രേഖാമൂലം അറിയിച്ചു. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകുന്നത് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ വിഷയത്തിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നാളെ ഉണ്ടാകുമെന്നാണോ നമ്മൾ ഈ ഘട്ടത്തിൽ ഉറപ്പിക്കേണ്ടത്? ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള MPമാർക്ക് ആഭ്യന്തരമന്ത്രി നൽകിയ ഉറപ്പ് നാളെ ഒരു തീരുമാനം എടുക്കുമെന്നാണോ, അതോ അതിൽ മറ്റെന്തെങ്കിലും സൂചനകളാണോ ആ ഉറപ്പിലുള്ളത്? വിജയകുമാർ, നാളെ ആ തീരുമാനം അറിയിക്കാമെന്ന് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ MPമാർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. അതിനെ പക്ഷേ ചില ചർച്ചകളുണ്ട്. അതായത് മറ്റ് കേന്ദ്രമന്ത്രിമാരുമായി, ധനമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി ഈ വിഷയങ്ങൾ കൂടിയാലോചിച്ച ശേഷം നാളെ വൈകിട്ടോടുകൂടി ഈ വിഷയത്തിൽ ഒരു തീരുമാനം അറിയിക്കാമെന്നതാണ് നൽകിയിരിക്കുന്ന ഉറപ്പ്. 2 കാര്യങ്ങളാണ് MPമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലൊന്ന്, ഈ വയനാട് ദുരന്തം അത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം. ഒപ്പം തന്നെ ഈ 2221 കോടി രൂപ അടിയന്തര ധനസഹായമായി നൽകണം എന്ന ആവശ്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും നാളത്തെ ദിവസം നിർണായകമായിട്ടാണ് വിലയിരുത്തേണ്ടത്. കാരണം ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രം ഏത് രീതിയിലായിരിക്കും ഇടപെടുക എന്നതിൻ്റെ ഉത്തരം കൂടി നാളെ വൈകിട്ടോടുകൂടി ലഭ്യമാകും എന്നാണ്
എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ എംപിക്ക് നൽകിയ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് നൽകിയ മറുപടിയിൽ സംസ്ഥാനത്തിന് മേൽ പഴിചാരുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് എന്നതാണ്. എന്തായാലും മറ്റ് സഹായങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന ഉറപ്പും നൽകുന്നുണ്ട്. എന്തായാലും നാളെ അച്യുതൻ സൂചിപ്പിച്ചതുപോലെ നാളെ നിർണായകമാണ്. നാളെ വൈകിട്ടോടെ ഒരു തീരുമാനം ഉണ്ടാകും ഇക്കാര്യത്തിലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിൽ നിന്നുള്ള എംപിമാരെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഏത് സ്റ്റേജിൽ, ഏത് ഘട്ടത്തിൽ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ദുരന്തമായി വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ നാളെ തന്നെ തീരുമാനം ഉണ്ടായേക്കും എന്ന സൂചനയാണ് ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളിൽ ഉള്ളത് എന്ന് അദ്ദേഹത്തെ കണ്ട എംപിമാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം വേഗത്തിലാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പുനരധിവാസം ചർച്ച ചെയ്യാനുള്ള ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചത്. പ്രദേശം വാസയോഗ്യമാണോ എന്ന് കണ്ടെത്താനുള്ള NIT സംഘത്തിന്റെ പഠന റിപ്പോർട്ട് ജനുവരിയിൽ സമർപ്പിക്കും. 49.60 കോടി രൂപ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അനുവദിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. UR പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ ദൈവനാമത്തിലും UR പ്രദീപ് ദൃഢപ്രതിജ്ഞയുമാണ് ചെയ്തത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് സ്പീക്കറിൽ നിന്ന് നീല ട്രോളി ബാഗാണ് ഉപഹാരമായി ലഭിച്ചത് എന്നത് കൗതുകമായി. ഉച്ചയ്ക്ക് 12 മണിക്ക് നിയമസഭയിലെ മെമ്പേഴ്സ് ലോഞ്ചിലായിരുന്നു പുതിയ MLA-മാരുടെ സത്യപ്രതിജ്ഞ. ആദ്യം ചേലക്കരയിൽ നിന്ന് ജയിച്ച UR പ്രദീപാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. UR പ്രദീപ് എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. രണ്ടാമതായി രാഹുൽ മാങ്കൂട്ടത്തിലും സത്യവാചകം ചൊല്ലി. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് സ്പീക്കർ നീല ട്രോളി ബാഗ് സമ്മാനിച്ചത് ട്രോളിന് വകയായി. പുതിയ MLA-മാർക്ക് നിയമസഭാ മാനുവലും ചട്ടങ്ങളും അടങ്ങുന്ന ബാഗ് സമ്മാനിക്കുന്ന പതിവുണ്ട്. ഇത്തവണ അത് നീല ട്രോളി ബാഗായി പോയത് യാദൃശ്ചികമാണെന്നും സ്പീക്കറുടെ ഓഫീസ് വിശദീകരിച്ചു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സമ്പൂർണ്ണ ബീഫ് നിരോധനവുമായി അസം. അതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. ഇന്നു മുതൽ പൂർണ്ണ നിരോധനം അവിടെ നിലവിൽ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടേതാണ് ഈ പ്രഖ്യാപനം. ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും പൊതുസ്ഥലങ്ങളിലും ബീഫ് ഉപയോഗിക്കാൻ പാടില്ല. നേരത്തെ ക്ഷേത്രങ്ങൾക്ക് സമീപമുണ്ടായിരുന്ന ബീഫ് നിരോധനമാണ് പൊതുസ്ഥലങ്ങളിൽ മുഴുവൻ വ്യാപിപ്പിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകും. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, നിർണായകമായ ഒരു പ്രഖ്യാപനമാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അല്പസമയം മുമ്പ് നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ബീഫിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അസമിലെ ഒരു റെസ്റ്റോറന്റിലും ഹോട്ടലിലും ബീഫ് വിളമ്പില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊതുചടങ്ങുകളിലും പൊതുസ്ഥലങ്ങളിലും ബീഫ് വിളമ്പില്ല എന്നും ബീഫിന് നിരോധനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ തന്നെ അസമിലെ ക്ഷേത്രങ്ങൾക്ക് സമീപം ബീഫ് വിളമ്പുന്നതിന് നിരോധനം ഉണ്ടായിരുന്നു. ആ നിരോധനം സംസ്ഥാനത്തെ മുഴുവൻ പൊതുസ്ഥലങ്ങളിലേക്കും പൊതുചടങ്ങുകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള തീരുമാനമാണ് അസം മന്ത്രിസഭ സ്വീകരിച്ചിരിക്കുന്നത്. ആ പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ സംസ്ഥാനത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ 30%-ഓളമുള്ള ഒരു സംസ്ഥാനമാണ് അസം. ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം അസം സർക്കാർ നടത്തിയിരിക്കുന്നു. രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. യെസ്, അസമിൽ സമ്പൂർണ്ണ ബീഫ് നിരോധനം അതൊരു അവിടുത്തെ ഒരു രാഷ്ട്രീയ
പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഹിമന്ത ബിശ്വ ശർമ്മയാണ് മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് ഈ പ്രധാനപ്പെട്ട തീരുമാനം പ്രഖ്യാപിച്ചത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് കുഞ്ഞിനെ ഉപദ്രവിച്ച സംഭവത്തിൽ വകുപ്പുതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുഞ്ഞുങ്ങളോടുള്ള ജീവനക്കാരുടെ പെരുമാറ്റം വിലയിരുത്തും. ശിശുക്ഷേമ സമിതിയിലെ നിയമനങ്ങൾ പരിശോധിക്കുകയും നിയമനത്തിന് പോലീസ് വെരിഫിക്കേഷൻ മാനദണ്ഡമാക്കുകയും ചെയ്യുമെന്നും വീണ ജോർജ് പറഞ്ഞു. കുഞ്ഞുങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമം വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് ഇതറിഞ്ഞപ്പോൾ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ വകുപ്പ് തലത്തിൽ ആ നിലയിലുള്ള അന്വേഷണം നടത്തും. പുതുതായിട്ട് വരുന്ന നിയമനങ്ങളിൽ മാത്രമല്ല, നിലവിലുള്ളവരെ കൂടി അവരുടെ കൂടി ഒരു പെർഫോമൻസ്, ഈ പറഞ്ഞതുപോലെ അവർ നേരത്തെ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ, അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഹോമുകളിൽ അറിയാമോ, അല്ലെങ്കിൽ NGOകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അറിയാമോ, ഇതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കുകയും അതിൻ്റെ ആ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. അഭിരുചിയുണ്ട്, കുഞ്ഞുങ്ങളോടുള്ള സമീപനമുണ്ട്, അവരുടെ ഇഷ്ടമുണ്ട്, ഈ ഒരു സേവനത്തോടുള്ള അവരുടെ ഒരു അർപ്പണമുണ്ട്. ഇതെല്ലാം അസസ് ചെയ്തുകൊണ്ട് തുടർച്ച തീരുമാനിക്കേണ്ടതാണ്. വാർത്താമഴ തുടരുന്നു. ഇപ്പോൾ വരുന്നത് ഷൊർണൂർ പാലത്തിന് സമീപം കുടുങ്ങിയ വന്ദേ ഭാരത് അവിടെ നീങ്ങിത്തുടങ്ങി എന്നാണ്. മറ്റൊരു എഞ്ചിൻ എത്തിച്ച് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അത് മാറ്റുകയാണ്. ഇന്റർസിറ്റി എക്സ്പ്രസിൽ യാത്രക്കാരെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ റെയിൽവേ ശ്രമിക്കുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതിൽ ഒരുപക്ഷെ ഔദ്യോഗിക വിശദീകരണം റെയിൽവേ അല്പസമയത്തിനകം നൽകുമെന്ന് കരുതാം. എന്തായാലും ആ ട്രെയിൻ ഇപ്പോൾ അവിടെ നിന്ന് നീങ്ങി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ്. പകരം ട്രെയിൻ എന്നതാണ് ഇപ്പോൾ റെയിൽവേയുടെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഔദ്യോഗിക വിശദീകരണം വരാനിരിക്കുന്നതേ ഉള്ളൂ.